നമസ്കാരം. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ ആർ സുഗതന്റെ അംഗത്വം റദ്ദാക്കുന്ന അയോഗ്യതാ ഭീഷണി മറികടന്ന് തിരുവനന്തപുരം നഗരസഭയിലെ BJP ഭരണസമിതി 6 മാസത്തേക്ക് കൗൺസിൽ യോഗങ്ങളിൽ ഹാജരാകുന്നതിന് സുഗതന് അവധി അനുവദിച്ചുകൊണ്ടുള്ള നിർണായക അജണ്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം അംഗീകരിച്ചു. വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് ഇടയിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടയിൽ 2 സ്വതന്ത്ര കൗൺസിലർമാരുടെയും ഒരു കോൺഗ്രസ് വിമതന്റെയും പിന്തുണയോടെയാണ് ഭരണപക്ഷം അപേക്ഷ പാസാക്കിയത്. മേയർ VV രാജേഷും കാസ്റ്റിംഗ് വോട്ടുമായി അപേക്ഷയെ പിന്തുണച്ചു. കൗൺസിലിൽ ആകെ 51 പേർ അവധി അപേക്ഷയെ അനുകൂലിച്ച് വോട്ട് ചെയ്തതായി മേയർ അറിയിച്ചു. വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതന്റെ അവധി അപേക്ഷ കൗൺസിലിൽ എത്തുന്നതോടെ സഭ കലുഷിതമാകുമെന്ന മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെയായിരുന്നു യോഗത്തിലെ സംഭവ വികാസങ്ങൾ. അപേക്ഷ അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷങ്ങളായ LDFും UDFും സഭയുടെ നടുത്തളത്തിലിറങ്ങി ശക്തമായി പ്രതിഷേധിച്ചു. യോഗം ആരംഭിച്ച ഉടൻ കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സെൻസസ് അതിവേഗം പൂർത്തിയാക്കിയ നഗരസഭ എന്ന നേട്ടം കൈവരിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ജീവനക്കാരെയും ഒപ്പം ഉദ്യോഗസ്ഥരെയും കൗൺസിലിൽ ആദരിച്ചിരുന്നു. ഇതുകൂടാതെ നഗരസഭ പുതുതായി പണികഴിപ്പിക്കുന്ന കെട്ടിട കോംപ്ലക്സിൻ്റെ പ്ലാൻ അത് വിവരിച്ചുകൊണ്ടുള്ള ചർച്ചയും ആദ്യം തന്നെ നടന്നു. ഇതിനുശേഷമാണ് പ്രധാന അജണ്ടയായ ഈ സുഗതൻ്റെ അവധി സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കടന്നത്. ഒരുപക്ഷെ ഈ ഒരു വിഷയം ആദ്യം ചർച്ച ചെയ്യുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്നും വിഭിന്നമായി മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷമാണ് ഈ ഒരു അജണ്ടയിലേക്ക് വന്നത്. ഈ ഒരു അജണ്ടയിലേക്ക് കടന്നതോടെ കൗൺസിൽ ഹാൾ അക്ഷരാർത്ഥത്തിൽ സംഘർഷഭരിതമായി എന്ന് വേണമെങ്കിൽ പറയാം. പ്രക്ഷോഭ സാധ്യത മുന്നിൽ കണ്ട മാധ്യമങ്ങൾ കൗൺസിൽ ഹാളിലേക്ക് പ്രവേശിക്കരുതെന്ന് നേരത്തെ തന്നെ മേയർ അഭ്യർത്ഥിച്ചിരുന്നു. ജയിലിൽ കഴിയുന്ന സുഗതൻ തുടർച്ചയായി പങ്കെടുക്കാതിരിക്കുന്ന 3ാമത്തെ കൗൺസിൽ യോഗമായിരുന്നു ഇത്. മുൻകൂട്ടി അവധി അപേക്ഷ നൽകാതെ തുടർച്ചയായി 3 യോഗങ്ങളിൽ വിട്ടുനിന്നാൽ കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം കൗൺസിലർ സ്ഥാനം അയോഗ്യമാകും. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് BJP സഭയിൽ തന്ത്രപരമായ നീക്കം നടത്തിയത്. അസാധാരണ സഭാ നടപടികളിലൂടെ കാപ്പ കേസ് പ്രതിക്ക് ഇത്തരത്തിൽ സൗജന്യം നൽകുന്നതിനെതിരെ നഗരസഭയ്ക്ക് പുറത്തും വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. ഒരു ഭീഷണിയുമില്ലെന്നും ചട്ടപ്രകാരം കൗൺസിലർ സമർപ്പിക്കുന്ന അവധി അപേക്ഷകൾ പരിഗണിക്കാൻ കൗൺസിലിന് അധികാരമുണ്ടെന്നുമായിരുന്നു മേയർ VV രാജേഷിൻ്റെ നിലപാട്. എന്നാൽ ഗുരുതരമായ കാപ്പ കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നഗരസഭ അവധി ഇളവ് അനുവദിക്കുകയെന്ന് LDFും UDFും ഒരേ സ്വരമുയർത്തി ചോദ്യമുന്നയിച്ചു. സാധാരണയായി ആരോഗ്യ പ്രശ്നങ്ങൾക്കോ മറ്റ് അടിയന്തര വ്യക്തിഗത ആവശ്യങ്ങൾക്കോ ആണ് കൗൺസിലർ 6 മാസത്തെ അവധി അനുവദിക്കാറുള്ളത്. കൗൺസിൽ യോഗം കഴിഞ്ഞാലുടൻ സുഗതനെ അയോഗ്യനാക്കണം എന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ പ്രതിപക്ഷം ഒരുങ്ങിയിരുന്നെങ്കിലും ഭരണപക്ഷത്തിൻ്റെ വോട്ടെടുപ്പ് വിജയം അവർക്ക് വൻ തിരിച്ചടിയായി. കൗൺസിലിൽ കേവല ഭൂരിപക്ഷം മാത്രം കൈവശമുണ്ടായിരുന്ന BJPക്ക് ഈ വോട്ടെടുപ്പ് ഏറെ നിർണായകമായിരുന്നു. 101 അംഗങ്ങളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകളാണ് BJPക്കുള്ളത്. LDFന് 29ഉം UDFന് 20 അംഗങ്ങളാണ് ഉള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 51 വോട്ടുകൾ വേണമെന്നിരിക്കെ പൗണ്ടുകടവ് വാർഡിൽ നിന്നുള്ള കോൺഗ്രസ് വിമത കൗൺസിലർ സുധീഷിൻ്റെയും നിലപാട് BJPക്ക് ഭരണ തുടർച്ച ഉറപ്പാക്കാൻ കരുത്തായി. സുഗതന്റെ അവധി അപേക്ഷ തള്ളപ്പെടുകയും ഇയാളെ അയോഗ്യനാക്കുകയും ചെയ്താലും നഗരസഭയിൽ VV രാജേഷിൻ്റെ മേയർ കസേരയ്ക്ക് ഭീഷണി ഉണ്ടാകില്ലെന്ന് ഈ അംഗബലം തെളിയിക്കുന്നു. സുധീഷിൻ്റെ ഉറച്ച പിന്തുണയോടെ BJP ഭൂരിപക്ഷം നിലനിർത്തിയതോടെ തലസ്ഥാനത്ത് താമരഭരണം സുരക്ഷിതമായി തന്നെ തുടരും എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവന്നു. നേരത്തെ തന്നെ തനിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് കാണിച്ച് സുഗതൻ ജയിലിൽ നിന്ന് മേയർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിൽ കൃത്യമായ നിയമോപദേശം തേടിയ ശേഷമാണ് BJP അപേക്ഷ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത്. സാങ്കേതികമായി വിജയിച്ചെങ്കിലും ഒരു ക്രിമിനൽ കേസ് പ്രതിക്ക് അവധി അനുവദിച്ചതിനെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. എന്നാൽ ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ തിരിച്ചടിയിൽ എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ ഒരു വ്യക്തതയില്ലാതെ കുരുങ്ങുകയാണ് പ്രതിപക്ഷം എന്നുള്ളത് ഇതിനുശേഷം ശബരിനാഥൻ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വളരെ വ്യക്തമാണ്. എന്തായാലും ഇത് 51 പേരുടെ അംഗബലത്തോടുകൂടി ഇത് പാസ്സാകുമ്പോൾ ഇതിൽ ഒരാൾ കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്നുള്ളതും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ശബരിനാഥൻ്റെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അല്പമൊന്ന് കുഴക്കി. പക്ഷേ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ശബരിനാഥൻ ഇപ്പോൾ പറയുന്നത്. എന്തായാലും BJPയുടെ വളരെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇന്ന് നമുക്ക് നഗരസഭയിൽ കാണാൻ കഴിഞ്ഞത്. വലിയ രീതിയിൽ വലിയ ഭൂരിപക്ഷം അവിടുത്തെ അംഗബലം തെളിയിച്ചുകൊണ്ട് അവർ ഭരണ തുടർച്ച നേടിയിരിക്കുകയാണ്. ഒപ്പം സുഗതന് 6 മാസത്തെ അവധിയും നൽകിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.